തേളിൻ്റെ കഥ പറഞ്ഞ ചേട്ടൻ്റെ കഥ ഞാൻ സെർച്ച് ചെയ്ത് എടുത്തതാണ്. സോ നമുക്കത് വായിക്കാം. എനിക്കങ്ങനെ പറയത്തക്ക സൗഹൃദങ്ങളൊന്നുമില്ല. ഇത് എനിക്ക് ആകെപ്പാടെയുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കഥയാണ്. ശരിക്കും ഒരു മൂടിക്കെട്ടിയ പ്രകൃതമായിരുന്നു അവൻ്റേത്. ദാരിദ്ര്യം കൊണ്ട് വഴിമുട്ടി നിൽക്കുന്ന നേരമായിരുന്നെങ്കിലും അവന് +2 പഠിക്കാൻ ഒരു പൂതി തോന്നി. അപ്പോഴേക്കും 10 കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിരുന്നു. അത്രയും കാലം പല പണികളും ചെയ്തു നോക്കിയെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒന്നിലും ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവന് അവൻ്റെ അമ്മയുടെ നാട്ടിലുള്ള സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അന്നേരത്തെ ചെറിയ ചെലവുകളെല്ലാം നടന്നു പോകുമല്ലോ എന്നോർത്ത് അവൻ അവിടെയുള്ള ഒരു ചേട്ടൻ്റെ കൂടെ റബ്ബർ ടാപ്പിങ്ങിൽ സഹായിക്കാൻ പോയി തുടങ്ങി. പുള്ളി ടാപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ പാലെടുത്ത് ഷീറ്റാക്കലായിരുന്നു അവൻ്റെ പണി. ചേട്ടൻ പുലർച്ചെ 3 മണിക്ക് പോയാൽ തിരിച്ചു വരുമ്പോൾ 6 മണിയൊക്കെ കഴിയും. അപ്പോഴേക്കും അവന് പോയാൽ മതിയായിരുന്നു. അതുവരെ ഉറങ്ങാലോ, പിന്നീട് ക്ലാസ്സിലും പോകാം എന്നൊക്കെ ഓർത്തപ്പോൾ അവന് സന്തോഷമായിരുന്നു. എന്നാൽ അവൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് അവൻ്റെ വില്ലൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു റൂസ്റ്റർ പൂവൻ കോഴി. അവൻ ഇന്ന് പണിക്ക് കയറിയോ അന്ന് മുതൽ പുലർച്ചെ 4 മണിയാകുമ്പോൾ ആ നാറി കൂവാൻ തുടങ്ങും. കൂട്ടിലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൈമടക്ക് കൊടുത്താൽ അതിൻ്റെ അണ്ണാക്ക് അടച്ചു വയ്ക്കാമായിരുന്നു എന്നവൻ പറയും. കഷ്ടകാലത്തിന് റൂസ്റ്റർ കൂടിന് പുറത്ത് ഒരു മാവിൻ്റെ കൊമ്പിലാണ് താമസം. വൈകുന്നേരം ഏകദേശം 6 മണി 6:30 ഒക്കെ ആകുമ്പോൾ കയറിയിരുന്ന് ഉറങ്ങാൻ തുടങ്ങും. എന്നിട്ട് 4 മണിയാകുമ്പോൾ അലാറം അടിക്കാൻ തുടങ്ങും. ക്ലാസ്സിൽ പോലും ഇരുന്നുറങ്ങാൻ തുടങ്ങിയ അവൻ ഗതി കെട്ടപ്പോൾ റൂസ്റ്ററെ പിടിച്ച് ഒന്ന് ഉപദേശിച്ച് വിടാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു ദിവസം റൂസ്റ്റർ മാവിൽ കയറിയപ്പോൾ അവൻ വിളിച്ചിറക്കാൻ ഒരു ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടപ്പോൾ ഒരു തോട്ടിയുമെടുത്ത് റൂസ്റ്ററെ തള്ളി താഴെയിട്ട് ഉപദേശിക്കാം എന്നോർത്തു. എന്നാൽ ഓരോ കുത്തിനും റൂസ്റ്റർ അടുത്ത മരത്തിലേക്ക് ചാടിക്കൊണ്ടിരുന്നു. ദേഷ്യം കൊണ്ട് കണ്ണു ചുവന്ന അവൻ നീ എപ്പോഴും കൊമ്പത്തായിരിക്കില്ലല്ലോ എന്നും പറഞ്ഞു പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രണ്ടും കൽപ്പിച്ച് ചെന്ന് പൂവനെ പിടിച്ച് അവൻ പൂവൻ്റെ കാൽ രണ്ടും കെട്ടിയിട്ട് നോക്കുമ്പോൾ പൂവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്നൊരു ദിവസം നിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് അവൻ പൂവൻ്റെ 2 കാരണത്തും മാറി മാറി അടിച്ചു. ഗാന്ധിജിയുടെ വീട്ടിലെ കോഴിയുടെ പിന്മുറക്കാരനാണെന്ന് തോന്നും വിധം ഒരു കാരണത്തടിക്കുമ്പോൾ മറുകാരണം കൂടെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. എത്ര കെട്ടിയിട്ടും കണ്ണു തുറക്കാതെയുള്ള പൂവൻ്റെ ഓർക്കം കണ്ടപ്പോൾ അവന് അസൂയ തോന്നി. ഇതുപോലെ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര കാലമായി എന്നവൻ ചിന്തിച്ചു. അതോടൊപ്പം കലിപ്പും കൂടി കൂടി വന്നു. ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് കുറേശ്ശെ പൂവൻ്റെ തല വഴി ഒഴിച്ചു നോക്കി. എന്നിട്ടും അവൻ്റെ ഉറക്കം പോകുന്നില്ല. അവസാനം അവൻ അതിനെ പിടിച്ച് ബക്കറ്റിൽ മുക്കി. പകുതി വെള്ളമുള്ള ബക്കറ്റിൽ മുക്കും തോറും അത് തല മുക്കാതെ പൊക്കി പിടിച്ചു. സമയം രാത്രി 11 മണി. അപ്പോഴേക്കും ടൗണിലേക്ക് പോയിരുന്ന ചേട്ടൻ തിരിച്ചെത്തി അവനെ വഴക്കും പറഞ്ഞ് പൂവനെ മോചിപ്പിച്ച് പിടിച്ച് കൂട്ടിലിട്ടു. 6 മണിക്ക് ഉറങ്ങുന്നവനെ 11 മണി വരെ ഉറങ്ങാൻ വിട്ടില്ലല്ലോ. അതിൻ്റെ വിഷമം ഇപ്പം അവന് മനസ്സിലായി കാണുമെന്നോർത്ത് അവൻ ആത്മസംതൃപ്തി അടഞ്ഞു. 2-3 ദിവസത്തേക്ക് പിന്നെ ഒരു ശല്യവും ഉണ്ടായിരുന്നില്ല. അവന് സന്തോഷമായി. 4-മത്തെ ദിവസം ഉച്ചയ്ക്ക് അവിടെയുള്ള പിള്ളേഴ്സിന് എല്ലാം കൂടെ അവൻ ബക്കറ്റിൽ ചിക്കൻ ഉണ്ടാക്കി കൊടുത്തു. ചേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു 3 ദിവസം നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇന്ന് രാവിലെ അവൻ പിന്നെയും തുടങ്ങി. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, പിടിച്ചു തട്ടി പിള്ളേർക്ക് കൊടുത്തു എന്ന്. സംഭവം പ്രകൃതി നിയമമൊക്കെയാണ്. എന്നിരുന്നാലും ഒരുത്തൻ ഉറങ്ങിത്തീർത്തിട്ട് മറ്റൊരുത്തൻ്റെ ഉറക്കം കളയുന്നത് ശുദ്ധ പോക്രിത്തരമല്ലേ? നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ എന്നും 6 മണിക്ക് ഉറങ്ങി 4 മണിക്ക് എണീക്കാൻ. എനിക്ക് കൂട്ടുകാർ ആരുമില്ലെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. എൻ്റെ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണ്. ഫോട്ടോ അയച്ചിട്ടുണ്ട് കോഴിയുടെ, കാണിച്ചു തരാം. അടുത്ത സീക്രട്ട്. ഹലോ, ഞാൻ പറയാൻ പോകുന്നത് ഞാൻ 7th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അന്ന് രാവിലെ ക്ലാസ്സും ഉച്ച കഴിഞ്ഞ എക്സാമും ആയിരുന്നു. ഞാൻ അതുകൊണ്ട് ഫുഡായിട്ട് അന്ന് സ്കൂളിൽ പോയത്. ഞാനും വേറെ 2 ഫ്രണ്ട്സും കൂടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവനൊരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് 18+ മാഗസിൻ ആയിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രൗണ്ടിൻ്റെ ആരും ശ്രദ്ധിക്കാത്ത ഒരു സൈഡിൽ പോയിരുന്ന് ഫോട്ടോസ് നോക്കുമായിരുന്നു. ഞാൻ ചുമ്മാ പുറകോട്ട് നോക്കിയപ്പോൾ പുറകിൽ ക്ലാസ് ടീച്ചർ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് 2 പേരും ടീച്ചറിനെ കണ്ടില്ല. എനിക്ക് ടീച്ചർ പുറകിലുണ്ട് എന്ന് പറയാൻ ഉള്ള ഗ്യാപ്പും കിട്ടിയില്ല. എൻ്റെ 2 ഫ്രണ്ട്സിനെയും ടീച്ചർ പൊക്കി. ഞാൻ അവിടെ ഇന്ന് നൈസായിട്ട് ടീച്ചറിൻ്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങി. എക്സാമിന് ചെന്ന് കയറി. ആ ടൈം ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് ഗ്രൗണ്ടിൽ വേറെ ഒത്തിരി സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ടും പേടിയായതുകൊണ്ടും അന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നെ പൊക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫ്രണ്ട് ഡാഷ് എൻ്റെ കാര്യം ടീച്ചറിനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ 3 പേരെയും പൊക്കി. ക്ലാസ് ടീച്ചർ വീട്ടിൽ വിളിക്കുമെന്ന് പറഞ്ഞു. ആകെ മൊത്തം സീനായി. ഞങ്ങൾ വീട്ടിൽ പറയല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. ടീച്ചർ എന്തുകൊണ്ടാ എന്ന് അറിയത്തില്ല, വീട്ടിൽ വിളിച്ചില്ല.
ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഡാഷിനെ കുറിച്ച് അറിവൊന്നുമില്ല. പിന്നെ എൻ്റെ പേര് പറഞ്ഞു കൊടുത്ത ആ ഡാഷും ഞാനും സെയിം കോളേജിലാണ്. അവനും ഞാനും വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം പറഞ്ഞ് ചിരിക്കും. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടന്നിട്ട് 8 വർഷമായി. ഞങ്ങൾക്കും ആ ക്ലാസ് ടീച്ചറിനും അല്ലാതെ വേറെ ആർക്കും ഇതറിയില്ല. അടുത്ത സീക്രട്ട്. ഹായ് വാ, എൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് എൻ്റെ 5th സ്റ്റാൻഡേർഡിൽ വെച്ചാണ്. അന്ന് എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഫൺ ഫാക്ട്, ഞാൻ അവൾക്ക് ലൈൻ സെറ്റാക്കി കൊടുത്തപ്പോഴാണ് എനിക്ക് ക്രഷ് അടിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ഞു. പിന്നെ അവൾ എൻ്റെ ബിഗ് എനിമി ആയി മാറി. വൈ? ഐ ഡോണ്ട് നോ ഹൗ ഐ ഗോട്ട് ദിസ് റിവെഞ്ചിങ് ടെൻഡൻസി അറ്റ് ദാറ്റ് ഏജ്. അങ്ങനെ കൊറോണ ഒക്കെ കഴിഞ്ഞ് 8th വീണ്ടും നമ്മൾ ഫ്രണ്ട്സായി. ബട്ട് ഇറ്റ് വാസ് എ ട്രാപ്പ് ഫ്രം മീ. ഐ ആസ്ക്ഡ് ഹർ ഫോർ ഹർ ഇൻസ്റ്റാ ID ആൻഡ് പാസ്വേഡ്. ഫോർച്ചുനേറ്റ്ലി ഷീ ഗിവ്സ് ഇറ്റ് ടു മീ. പിന്നെ അവൾക്ക് വരാണ എല്ലാ റിലേഷൻഷിപ്പും ഞാൻ ബ്രോക്ക് ആക്കി. പിന്നെ അവസാനം അവൾ എന്നെ പ്രപ്പോസ് ചെയ്തു. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ആൻഡ് ഐ സെഡ് നോ. ഒരുമാതിരി ഇയേഴ്സ് പട്ടിണി കിടന്നു ഫുഡ് കിട്ടിയ ഒരു സന്തോഷമാണ്. ബട്ട് അറ്റ് ലാസ്റ്റ് ഐ ഡിഡ് ദാറ്റ്. എന്നെ വേണ്ട എന്ന് പറഞ്ഞവളെ വർഷങ്ങൾക്ക് ശേഷമായാലും ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. ഹായ് വാ, എൻ്റെ സ്റ്റോറി പറയുന്നതിന് മുൻപ് ഞാൻ എന്നെ പറ്റി പറയാം. ഞാനൊരു കോളേജ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ഗേൾസിനോട് സംസാരിക്കുമ്പോൾ ഒരു സോഷ്യൽ ആങ്സൈറ്റിയാണ്. അത് എൻ്റെ ലോങ് കസിൻസ് ആണെങ്കിൽ പോലും. ബിക്കോസ് ഞാൻ ചെറുപ്പത്തിലൊരു തടിയനായിരുന്നു. കുറേ കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. ബട്ട് കുറേ ഗേൾസിനോട് ക്രഷ് തോന്നിയിട്ടുണ്ട്. ഈവൻ യു. ഇപ്പോൾ തടിയൊക്കെ കുറഞ്ഞപ്പോൾ പോലും ആങ്സൈറ്റി മാറിയിട്ടില്ല. ഇനി സ്റ്റോറി പറയാം. ഞാൻ ഇങ്ങനെ ആങ്സൈറ്റി ഉള്ളതുകൊണ്ട് നല്ലോണം പോൺ കണ്ട് ചെയ്യാറുണ്ട്. ബട്ട് ഐ എം ക്ലീൻ. എനിക്ക് എൻ്റെ ആൻറ്റിയോട് ക്രഷ് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഷീ ഈസ് വെരി യങ്, വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി അട്രാക്റ്റീവ്. ഒരു ദിവസം ഞങ്ങൾ ഫാമിലി വണ്ടർല ട്രിപ്പ് പോയി. അപ്പോൾ എല്ലാവർക്കും റൈഡ്സിൽ കയറാൻ പേടിയായിരുന്നു. ബട്ട് എൻ്റെ മാമി, ഒരു ആൻറ്റി, ഇതിനോടൊക്കെ വളരെ ക്രേസാണ്. മാമൻ അവരുടെ കുട്ടികളായിട്ട് പൂളിൽ പോയി. എന്നോട് മാമിയോടൊപ്പം റൈഡ്സ് എൻജോയ് ചെയ്യാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾ വളരെ ക്ലോസ് ആയി. ഞാൻ മാക്സിമം ആവാൻ ശ്രമിച്ചു. പിന്നീട് ഒരു ദിവസം വീട്ടിൽ ഞാനും മാമയും ഒറ്റയ്ക്കായിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യുമായിരുന്നു. ഞാനിപ്പോൾ ഫിറ്റാണ്, 6 pack ആണ്. ഞാൻ എപ്പോൾ ഷർട്ട് ഇല്ലാതെ നിൽക്കുമ്പോഴും മാമി എന്നെ നോട്ടീസ് ചെയ്യാറുണ്ട്. ദിസ് ടൈം ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഐ ഓൾസോ എൻജോയ് ദാറ്റ് ബിക്കോസ് ഷീ ഈസ് മൈ ക്രഷ്. ഞങ്ങൾ ഫസ്റ്റ് കിസ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സെക്ഷൽ റിലേഷൻഷിപ്പിലാവാറുണ്ട്. ബട്ട് ഐ ഫീൽ ഗിൽറ്റി ദാറ്റ് ഷീ ഹാഡ് ഫീലിങ്സ് ഫോർ മീ. എനിക്ക് വേറെ ഗേൾസിനോട് ക്രഷ് ഉണ്ട്. ഇൻട്രോവേർട്ടിസം കാരണം പറയാൻ പറ്റുന്നില്ല. ആൻഡ് ദിസ് റിലേഷൻ ഐ വാണ്ട് ടു എൻഡ് ഓൾ ദിസ്. വാട്ട് വിൽ ഐ ഡു? എന്തെങ്കിലും സജഷൻസ്? സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. സ്റ്റോപ്പ്. അടുത്ത സീക്രട്ട്. ഞാൻ 4th ക്ലാസ്സിൽ പഠിക്കുന്ന ടൈം എൻ്റെ ഒരു കസിനായി വരും. ഒരു ദിവസം അവൻ്റെ അടുത്തിരുന്നപ്പോൾ എനിക്ക് എന്തോ പോലെ ഫീലായി. അവൻ്റെ കൈ എൻ്റെ തൊടയിൽ വെച്ചേക്കുന്നു. എന്നിട്ട് അവൻ എൻ്റെ പ്രൈവറ്റ് ഏരിയ അവൻ എന്തൊക്കെയോ ആക്കി ടച്ച് ചെയ്തു. എനിക്കത് ഫീലായി. പിന്നെ ഞാൻ ആരോടും മിണ്ടാതെയായി, പഠിക്കാതെയായി, ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ കുട്ടികൾ എന്നെ കളിക്കാനൊന്നും കൂട്ടാതെയായി. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അവനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. പിന്നെ അങ്ങനെ ഞാൻ ആകെ മാറി വരികയായിരുന്നു. 9th ക്ലാസ്സിലെത്തി. ഒരു ദിവസം വീട്ടിൽ അങ്ങനെ ആരുമില്ലായിരുന്നു. എൻ്റെ അമ്മായിൻ്റെ വീടും അടുത്ത് തന്നെയാണ്. അവിടെ എളാപ്പം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ കണ്ട് എണീച്ച് പോയി. ഞാൻ മാത്രം TV കണ്ടിരിക്കുക. ആ വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് എളാപ്പ. എന്നിട്ട് എൻ്റെ തോളിൽ കൈയിട്ടു. ഞാൻ മാറ്റി. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അത് നല്ല അമർത്തിക്കൊണ്ട്. എനിക്ക് ആണെങ്കിൽ പേടിയായി. പിന്നെയും അയാൾ പറയാ എന്നെ ഒന്നുകൂടെ കെട്ടിപ്പിടിക്കുകയെന്ന്. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ പേടിയാണെന്ന്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഓടിപ്പോയി. ആരോടും പറഞ്ഞില്ല. അങ്ങനെ വീണ്ടും ഞാൻ പഴയ പോലെ തന്നെയായി. ഇതൊക്കെ കഴിഞ്ഞ് 2 ദിവസമായപ്പോൾ എനിക്ക് ഫസ്റ്റ് പീരിയഡ്സ് ആയി. എനിക്ക് എന്തോ അയാളെ കാണുമ്പോൾ പേടി. എന്നെ കാണുമ്പോൾ ചിരിക്കും. ഒരു ജാതി നോട്ടം നോക്കും. എനിക്ക് അയാളെ പേടിയായി തുടങ്ങി. ഒന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ ആരുമില്ലായിരുന്നു. എന്നോട് പറയും ഞാൻ പോവാൻ പറഞ്ഞ് കൊണ്ട് എൻ്റെ തോളിൽ കൈവച്ചു. എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ അയാൾ പോയി. എനിക്ക് എന്തൊക്കെയോ ആയി. എന്നിട്ടും ആരോടും പറയുന്നില്ല. ഇപ്പോൾ അയാൾക്ക് എന്നെ പേടിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അയാളുടെ മരണമാണ്. ഗൈസ്, എനിക്ക് അസൈൻമെൻറ്റ്സ് ചെയ്യാനുണ്ട്. എക്സാംസ് വരാറായി. സോ ഞാൻ ഇച്ചിരി ബിസി ആയിരിക്കും. ഓക്കെ, ടാറ്റാ. ഗാന്ധിജിയുടെ വീട്ടിലെ കോഴിയുടെ പിന്മുറു No, this is uncomfortable. അവൻ തൻ്റെ വിഷമം ഇപ്പം അവനെ മനസ്സിലായി കാണുമെന്നോർത്ത് അവൻ ആത്മസംതൃപ്ത.
ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഫ്രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരി, ഐ ഡോണ്ട് നോ ഹൗ ഐ ഗോട്ട് ദിസ്. മരി, ഡിഡ് യു ഹിയർ ദാറ്റ്? ഡിഡ് യു ഗൈസ് ഹിയർ ദാറ്റ് സൗണ്ട്? ഇറ്റ്സ് ജസ്റ്റ് വിൻഡ്. ഡോണ്ട് ബി സ്കേർഡ്. ഇനി സ്റ്റോറി പറയാം. ഞാൻ ഇങ്ങനെ ആങ്സൈറ്റി ഉള്ളതുകൊണ്ട് മാമൻ അവരെ കൂട്ടിക്കളിട്ട് മാമൻ അവരുടെ കുട്ടികളെ ഇട്ട് പൂളിൽ പോയി. എന്നോട് മാമിയോടൊപ്പം. ഓ